കർണാടകയിലെ ധർമ്മസ്ഥലയിൽ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നു എന്ന വാർത്ത വരുന്നതും പിന്നീട് ആ വാർത്ത കത്തിക്കയറുന്നതും ഒരു സുപ്രഭാതത്തിൽ കെട്ടടങ്ങുന്നതുമെല്ലാം നമ്മൾ കണ്ടു. എന്നാൽ ധർമ്മസ്ഥലയിലെ ബംഗ്ലേഗുഡയിൽ നിന്ന് കണ്ടെടുത്ത ശരീരാവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലം വീണ്ടും വിവാദങ്ങൾക്ക് ആക്കം കൂട്ടുന്നതാണ്. കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് ലാബ് റിപ്പോർട്ടിൽ പറയുന്നത്. ഈ കേസ് അന്വേഷിക്കുന്നതിനു വേണ്ടി രൂപീകരിച്ച SIT വീണ്ടും ധർമ്മസ്ഥല കേന്ദ്രീകരിച്ച് അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളും ധർമ്മസ്ഥല കേസിന്റെ നാൾ വഴികളും വിശദമായി കാണാം. ധർമ്മസ്ഥലയിലെ ദുരൂഹ മരണങ്ങൾ സംബന്ധിച്ച് ഫോറൻസിക് ലാബിന്റെ റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. കാരണം ശരീരാവശിഷ്ടങ്ങൾ പരിശോധിച്ചതിൽ പലതിലും കൊലപാതക ലക്ഷണങ്ങളുണ്ടെന്നാണ് കണ്ടെത്തൽ. ഇത് പുതിയ വെളിപ്പെടുത്തലുകളിലേക്ക് SITയെ നയിച്ചേക്കും. ഒരിടവേളയ്ക്ക് ശേഷം കർണാടകയിലെ ധർമ്മസ്ഥല കേസിൽ വീണ്ടും വഴിത്തിരിവ്. ബംഗളൂരുവിലെ ഫോറൻസിക് ലാബിലേക്ക് അയച്ച ബംഗ്ലഗുഡയിൽ നിന്ന് കണ്ടെത്തിയ മൃതദേഹാവശിഷ്ടങ്ങളുടെ പരിശോധനാ ഫലം പുറത്തുവന്നു. മനുഷ്യ അസ്ഥികൂട അവശിഷ്ടങ്ങളിൽ കൊലപാതകം നടന്നതിന്റെ ലക്ഷണങ്ങൾ ഉണ്ട് എന്നാണ് ബംഗളൂരുവിലെ ഫോറൻസിക് ലാബ് റിപ്പോർട്ട്. 8 പൂർണ്ണ അസ്ഥികൂടവും 1000-ഓളം അസ്ഥികൂട അവശിഷ്ടങ്ങളുമാണ് ബംഗ്ലഗുഡയിൽ നിന്ന് കണ്ടെത്തിയിരുന്നത്. ഇതോടൊപ്പം കേസിലെ ആദ്യ സാക്ഷിയായ ചിന്നയ്യ കോടതിയിൽ ഹാജരാക്കിയ തലയോട്ടി ബംഗ്ലഗുഡയിൽ നിന്നുള്ളതാണെന്നും പരിശോധനാ ഫലം. തലയോട്ടിയിൽ പതിഞ്ഞ മണ്ണും പ്രദേശത്തു നിന്ന് ശേഖരിച്ച മണ്ണും തമ്മിൽ തൃപ്തികരമായ സാമ്യമാണ് കണ്ടെത്തിയത്. തലയോട്ടി വ്യാജ തെളിവിനായി പുറത്തുനിന്നും എത്തിച്ചതെന്നായിരുന്നു നേരത്തെ ഉയർന്ന ആരോപണം. ധർമ്മസ്ഥലയിലെത്തി കാണാതായ കുടക സ്വദേശികളുടെ DNA സാമ്പിളും പ്രദേശത്തുനിന്ന് കണ്ടെത്തിയ അസ്ഥികൂടത്തിന്റെ സാമ്പിളും തമ്മിലും സാമ്യം കണ്ടെത്തിയിട്ടുണ്ട്. 10 മാസത്തിനു ശേഷമാണ് ഇവയുടെ പരിശോധനാ ഫലം പുറത്തുവരുന്നത്. ഇതോടെ ബംഗളൂരുവിൽ നിന്നുള്ള ഫോറൻസിക് വിദഗ്ധരും SIT സംഘവും ബംഗ്ലഗുഡെ വനത്തിൽ പ്രാഥമിക പരിശോധന നടത്തി. പ്രദേശത്ത് നിരവധി മൃതദേഹങ്ങൾ ആസൂത്രിതമായി മറവു ചെയ്തിട്ടുണ്ട് എന്നായിരുന്നു ആദ്യ സാക്ഷിയായ ചിന്നയ്യയുടെ മൊഴി. മാസ്ക് മാൻ എന്നറിയപ്പെട്ടിരുന്ന ഇയാൾ പിന്നീട് കേസിൽ കൂറുമാറുകയായിരുന്നു. നേരത്തെ നിരവധി മൃതദേഹങ്ങൾ പ്രദേശത്ത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നായിരുന്നു പ്രധാന സാക്ഷിയായ ചിന്നയ്യയുടെ മൊഴി. പിന്നീട് ഇയാൾ മൊഴി മാറ്റിയതിലുൾപ്പെടെ SIT അന്വേഷണം ഉണ്ടാകും എന്നാണ് അറിയുന്നത്. പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ SIT സംഘം വൈകാതെ ബെൽത്തങ്ങാടി കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിക്കും. തുടർന്നായിരിക്കും വിശദമായ പരിശോധന സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുക. ജൂലൈ 3-ന് കർണാടകയിലെ ക്ഷേത്ര നഗരമായ ധർമ്മസ്ഥലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മുഖംമൂടി ധരിച്ചെത്തിയ വ്യക്തി ഒരു തലയോട്ടി കാണിക്കുന്നു. ലൈംഗികാതിക്രമത്തിന് ഇരയായവരുൾപ്പെടെ 100 കണക്കിന് പേരുടെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്നു. 1990-കൾക്കും 2000-നുമിടയിൽ നിരവധി മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ നിർബന്ധിതനായി. കുറ്റബോധം കൊണ്ടാണ് പോലീസിനോട് കാര്യങ്ങൾ പറയുന്നത് എന്നെല്ലാം ഒരു അജ്ഞാതൻ പറഞ്ഞതോടെ കർണാടകയിലാകെ കോളിളക്കമുണ്ടായി. ധർമ്മസ്ഥല ദേശീയ ശ്രദ്ധയിലേക്ക് വന്നു. വലിയ വിവാദങ്ങൾക്ക് പിന്നാലെ കർണാടക സർക്കാർ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അന്വേഷണ സംഘത്തിന്റെ ചുമതല നൽകി. 13 ഇടങ്ങൾ ശവക്കുഴികളെന്ന് വെളിപ്പെടുത്തൽ നടത്തിയ ആൾ ചൂണ്ടിക്കാണിച്ചു. എന്നാൽ 2 ഇടങ്ങളിൽ നിന്ന് ഏതാനും ചില മനുഷ്യാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നല്ലാതെ മറ്റൊന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താനായില്ല. ആരുടേതെന്ന് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്ന സ്ഥലമാണ് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ സ്ഥലമെന്ന് പ്രദേശവാസികൾ പോലീസിനെ അറിയിച്ചു. പോലീസിനെ പറ്റിക്കുകയായിരുന്നുവെന്നും ഗൂഢപദ്ധതികളുമായാണ് ഗുരുതര വെളിപ്പെടുത്തലുകൾ നടത്തിയതെന്നും തിരിച്ചറിഞ്ഞതോടെ ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അജ്ഞാതന്റെ പേരുവിവരങ്ങളും പുറത്തുവന്നു. ചിന്നയ്യ. ആരോപണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട ചിന്നയ്യയുടെ ആദ്യ ഭാര്യ അദ്ദേഹം പറയുന്നതെല്ലാം നുണയാണെന്ന് പോലീസിനെ അറിയിച്ചു. പിന്നീട് ഗൂഢാലോചനയുടെ ഭാഗമായി ആരോപണങ്ങൾ ഉന്നയിക്കാൻ താൻ നിർബന്ധിതനായതാണെന്ന് ചിന്നയ്യ പോലീസിനോട് പറഞ്ഞു. ക്ഷേത്ര നഗരത്തിൽ നിന്ന് ദുരൂഹമായ തിരോധാനങ്ങൾ ഉണ്ടായെന്ന് വരുത്തി തീർക്കാൻ തയ്യാറാക്കിയ പദ്ധതി എന്തായിരുന്നുവെന്നും ആരാണ് ഈ വൻ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് എന്നുമുള്ള അന്വേഷണമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം നടത്തുന്നത്.
പതിറ്റാണ്ടുകളായി ധർമ്മസ്ഥലയിൽ നിന്ന് സ്ത്രീകൾ അപ്രത്യക്ഷരാവുകയും ഒടുവിൽ മരിക്കുകയും ചെയ്യുന്നതിനെക്കുറിച്ച് പല കഥകൾ പ്രചരിക്കുന്നുണ്ട്. ആദ്യത്തെ ആരോപണമുണ്ടായത് 1987-ലാണ്. 17 വയസ്സുള്ള പത്മലത എന്ന പെൺകുട്ടിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. അവളുടെ കുടുംബം മരണത്തിൽ വലിയ ദുരൂഹതകൾ ആരോപിച്ചു. കേസ് ഇന്നും ദുരൂഹമായി തന്നെ തുടരുന്നു. 2012-ൽ 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയെന്ന വാർത്ത ദേശീയ മാധ്യമങ്ങളിൽ വലിയ ഇടം പിടിച്ചുപറ്റി. ആദ്യം സംസ്ഥാന പോലീസ് അന്വേഷിച്ച കേസ് CBIക്ക് കൈമാറി. കുറ്റക്കാരനെന്ന് കണ്ടെത്തി പിടികൂടിയ സന്തോഷ് റാവു എന്ന വ്യക്തിയെ പിന്നീട് തെളിവുകളുടെ അഭാവത്തിൽ 2023ഓടെ കുറ്റവിമുക്തനാക്കി. പുനരന്വേഷണത്തിനുള്ള അപേക്ഷ കഴിഞ്ഞ വർഷം കർണാടക ഹൈക്കോടതി തള്ളിക്കളഞ്ഞു. ನನಗೆ ಅವಳು ಆಸ್ತಿ ಸಿಕ್ಕಿದ್ರೆ DNA ಮ್ಯಾಚ್ ಆಯಿತು ಅಂದರೆ ಆಸ್ತಿ ಸಿಕ್ಕಿದಾಗ DNA ಮ್ಯಾಚ್ ಆಯಿತು ಅಂದರೆ ನನ್ನ ಆಸ್ತಿಯನ್ನು ನನ್ನ ಕೈಗೆ ಕೊಡಿ ಅಂತ ಹೇಳಿ ಕೇಳಕ್ಕೆ ನಾನು ಬಂದೆ. നിലവിൽ ഉയർന്നു വന്ന വിവാദങ്ങൾക്കിടെ 19 വയസ്സുള്ള തന്റെ മകൾ അനന്യയെ ധർമ്മസ്ഥലയിലേക്കുള്ള കോളേജ് യാത്രക്കിടയിൽ കാണാതായി എന്ന പരാതിയുമായി സുജാത ഭട്ട് എന്ന സ്ത്രീ രംഗത്തു വന്നു. ഒട്ടും താമസിയാതെ സുജാത ഭട്ട് മലക്കമറിഞ്ഞു. ക്ഷേത്രവുമായി തന്റെ കുടുംബത്തിന് സ്വത്ത് തർക്കമുണ്ടെന്നും കേസുമായി ബന്ധപ്പെട്ട് ചില ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ചാണ് വ്യാജ ആരോപണവുമായി രംഗത്തെത്തിയതെന്നും സുജാത ഭട്ട് പറഞ്ഞു. തനിക്ക് മകളെ ഇല്ല എന്നും അവർ വെളിപ്പെടുത്തി. സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പ്രകാരം ധർമ്മസ്ഥലയിൽ കാണാതായവരുടെയും അസ്വാഭാവിക മരണങ്ങളുടെയും എണ്ണം ഏകദേശം 400 ആണെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ അസ്വാഭാവികതയുണ്ടെന്ന് ഉറപ്പിക്കാൻ കഴിയുന്ന തെളിവുകളോ അന്വേഷണങ്ങളോ ഉണ്ടായിട്ടില്ല എന്നത് മറ്റൊരു വസ്തുതയാണ്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.